മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം പ്രധാനമായിട്ടും ഇവിടെയുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്. ഫസ്റ്റ് ഓഫ് ഓൾ, കുട്ടികൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ അവർ വളരെ അൺകംഫർട്ടബിൾ ആണ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ സ്വന്തം കാര്യം നോക്കുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാൻ പോകാതിരുന്നാൽ തന്നെ കുട്ടികൾക്ക് കുറേ സമാധാനമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും. കേരളത്തിലെ യുവജനങ്ങൾ നാടുവിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു. ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. എന്തായിരിക്കും കാരണം? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഞാനിങ്ങനെ ആലോചിച്ചിട്ടില്ല. ബിക്കോസ് ഐ വോണ്ട് ടു സ്റ്റേ ഹിയർ. യൂത്ത് കുറേയൊക്കെ പുറത്തോട്ട് പോകുന്നുണ്ട്. ബേസിക്കലി ഇത് പേഴ്സണൽ ചോയ്സ് മേ ബി, അല്ലെങ്കിൽ ഇവിടുത്തെ സാഹചര്യം ആൻഡ് ഓൾ. ഞാൻ അതിനെപ്പറ്റി അധികം ചിന്തിച്ചിട്ടില്ല. യൂത്തിന് ആവശ്യമുള്ള അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള അവസരങ്ങളോട് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് ഇവിടെ സ്റ്റേ ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ അവർ മൈഗ്രേറ്റ് ചെയ്ത് പോകും. ഈ തൊഴിൽ മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ ഈ ആൾക്കാരെ കയറുന്ന രീതിയിലാണെങ്കിലും നമ്മുടെ വേണ്ടി മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സിലാണെങ്കിലും മാറ്റം വരാറുണ്ട്. ഇതോടെയാണ്. ഇപ്പം ഞാൻ തന്നെ നോക്കണമെങ്കിൽ ഞാനും ഫ്യൂച്ചറിൽ മൈഗ്രേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വരുന്നതുകൊണ്ടല്ല, ഞാൻ ഡിസേബിൾ പേഴ്സണാണ്. അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള ആക്സസിബിലിറ്റിയും കാര്യമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ എനിക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ലൈഫ് എനിക്ക് പറ്റും. ആൻഡ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനും ഇതിന് വേണ്ടിയിട്ടാണ് യൂത്ത് പ്രധാനമായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഞാനൊരു കോളേജ് ലെക്ചറാണ്. സോ എനിക്ക് നന്നായിട്ട് അറിയാം, കുട്ടികൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ അവർ വളരെ അൺകംഫർട്ടബിൾ ആണ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റേതായിട്ടുള്ള പല കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ പേരും മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ആൻഡ് ബെറ്റർ ലിവിങ് ഫെസിലിറ്റീസ്. പിന്നെ നാട്ടുകാർ ഒട്ടും നോസി അല്ല പുറത്തുനിന്നുള്ളതാണ് അവരുടെ പ്രധാനമായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഫാക്ടർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ സ്വന്തം കാര്യം നോക്കുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാൻ പോകാതിരുന്നാൽ തന്നെ കുട്ടികൾക്ക് കുറേ സമാധാനമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും. യൂത്ത് മൈഗ്രേറ്റ് ചെയ്യുന്നത് ഒന്ന് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ആയാലും കുറച്ചും കൂടി നല്ല ഓപ്പർച്യൂണിറ്റീസ് നോക്കി പോകുന്നത് കൊണ്ടായിരിക്കാം കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്നത്. സമൂഹം നമ്മളെ നോക്കി കാണുന്ന രീതിയിലാണ്. അത് മാറാൻ എന്തായാലും സമയമെടുക്കും. കാരണം പെട്ടെന്ന് നമ്മൾ ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ബുദ്ധിമുട്ടാണ് നമ്മൾ അവിടെ കണ്ടത്. പണ്ടത്തെ എന്ന് പറയുന്നത് ജോലി തേടി പോകുന്ന അവസ്ഥ മാറിയിട്ട് ഇപ്പോൾ കംപ്ലീറ്റ്ലി അവിടെ സെറ്റിലാവുക, അവിടെ ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കുക പോലെയുള്ള ഇതിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഇത് പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പൊതുവെ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല.